സംസ്ഥാനത്ത് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണ്? അതായത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഓരോ പ്രദേശാടിസ്ഥാനത്തിൽ അവിടെ ഏത് മതവിഭാഗമാണോ ഏറ്റവും കൂടുതലുള്ളത് അവരെ സ്ഥാനാർത്ഥികളാക്കുക, അവരെ അടുപ്പിച്ച് നിർത്തുക, അത്തരത്തിൽ ആ വാർഡ്, ആ പ്രദേശം അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പിടിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഫലവത്താകുമോ? ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു ഹിന്ദു പാർട്ടി എന്നൊരു ടാഗ് ഓൾറെഡി വീണ് കഴിഞ്ഞു. കേരള ജനങ്ങൾക്കുള്ളിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. ഇതാണ് ജനങ്ങളുടെ മനസ്സിലുള്ള ബി.ജെ.പിയെ കുറിച്ചുള്ള ഇമേജ്. ആ ഇമേജിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രമല്ല മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ ചേർത്ത് പിടിക്കും എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കാൻ, ആ ഒരു വിശ്വാസം നിറയ്ക്കാൻ വേണ്ടിയുള്ള പുതിയ തന്ത്രമാണ് ഇപ്പോൾ ബി.ജെ.പി കാഴ്ചവെക്കാൻ ഒരുക്കുന്നത്. ഇത് ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ പറ്റുമെന്ന് ആത്മവിശ്വാസം കൊണ്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. അതെ, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ മേധാവിത്വമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും കുറച്ചുകൂടി ബി.ജെ.പിക്ക് സ്വാധീനം ഉറപ്പിക്കുക. അതായത് 10 വോട്ടിലൊരു 2 വോട്ടെങ്കിലും ബി.ജെ.പിക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് അത് വലിയ നേട്ടം തന്നെയായിരിക്കും. ആ ഒരു രീതിയിലേക്ക് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇപ്പോഴത്തെ ഒരു തദ്ദേശം സെമി ഫൈനലായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു വോട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും കൂടുതൽ പിടിക്കാൻ സാധിച്ചാൽ അത് ബി.ജെ.പിയെ സംബന്ധിച്ച് സുവർണ നേട്ടം തന്നെയായിരിക്കും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീലേഖ IPS ഇത്തരത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ആ വാർത്തകളൊന്നും തന്നെ തള്ളിയിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എലൈറ്റ് ക്ലാസ്സിനെയും അതല്ലെങ്കിൽ ഇത് റിട്ടയർഡ് ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥരെ, ISROക്കാരെ അല്ലെങ്കിൽ അക്കാഡമിഷ്യനുകളെ, ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉയർത്തി കാണിക്കുന്നത് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് പോലീസ് മേധാവി എന്നൊക്കെ പറയുമ്പോൾ അവർ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും അവർ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭൂരിഭാഗം പോലീസുകാരെയും അല്ലെങ്കിൽ ഭൂരിഭാഗം ഈ പറയുന്ന മുതിർന്ന ഉന്നത തലത്തിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന RSSന്റെയും BJPയുടെ ഒക്കെ വേദിയിലാണ്. ഇതിനു മുൻപും പല വാർത്തകളിലും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും BJP ഇവരെ മുന്നോട്ട് വെക്കുന്നു എന്നതിനേക്കാളും സ്വന്തം താല്പര്യം എന്താണ്, അല്ലെങ്കിൽ സ്വന്തം ഏത് പാർട്ടിയോടാണ് തനിക്ക് ചായ്വുള്ളത്, അത് ഈ പറയുന്ന നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മേധാവികളാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലാണ് പല മേധാവികളുടെയും യഥാർത്ഥ രാഷ്ട്രീയ മനോഭാവം. ഇതിനു മുമ്പ് ഇത്തരം പ്ലാനുകൾ പാളി പോകുന്നുണ്ട്. ഇപ്പൊ TP സെൻകുമാർ, അതിനു മുമ്പ് BJP അനുഭവം പ്രകടിപ്പിച്ചു വന്നിരുന്ന ശ്രീശാന്ത്, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും മലയാളിയുമായിട്ടുള്ള, അതേപോലെ സീരിയൽ നടനായിട്ടുള്ള വിവേക് ഗോപൻ, പിന്നെ അതേപോലെ ഭീമൻ രഘു, ഇത്തരത്തിലുള്ള സ്റ്റാർ ക്യാമ്പയിനർമാരെയൊക്കെ ഇറക്കി ഈ പണികളൊന്നും ഇവിടെ നടക്കില്ല. അതായത് തമിഴ്നാട് രാഷ്ട്രീയം പോലെ വലിയ തലകൾ കണ്ടാൽ വോട്ട് ചെയ്യുന്നവരാകില്ല ഇവിടുത്തെ ജനങ്ങൾ എന്നിവർക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടും ഇപ്പോഴും ആ പ്ലാൻ തന്നെ ഉപേക്ഷിക്കാതെ പിന്നോട്ട് പോകാത്ത ഇത് തന്നെ മുന്നിൽ കണ്ടു പോകുന്നത് എന്തുകൊണ്ട്? അല്ല, ഇത് ആ ഒരു പ്ലാൻ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും പുതിയ പദ്ധതികൾ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീലേഖയുടെ കാര്യം പറയുമ്പോൾ പോലും ഇവരിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അപ്പോൾ ഈ പറയുന്നത് പോലെ എലൈറ്റ് ക്ലാസ് തന്നെ ആവണമെന്നില്ല സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. ആ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ വാർഡിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് വിശ്വാസികളാണ്, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അതൊരിക്കലും എലൈറ്റ് ക്ലാസ് അല്ല. അപ്പോൾ അത്തരത്തിൽ ആലോചിക്കും, ഇപ്പം ഹർഷയുടെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആളുകളാണുള്ളത്. അപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അപ്പൊ മുസ്ലിങ്ങൾ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യും? ഇല്ല, BJPയെ സംബന്ധിച്ച് BJPക്ക് കിട്ടാനുള്ള ഒരു വോട്ട് എത്രയായിരിക്കും എന്നുള്ളത് അവർക്കറിയാം ഒരു ഏരിയയിൽ. അതുകൂടാതെ ഒരു മുസ്ലിം വിശ്വാസം സ്പ്ലിറ്റ് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ? ഒരിക്കലും അല്ല. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായും BJPയിലേക്ക് വോട്ട് പിടിക്കുക എന്നതിനേക്കാൾ ഉപരി തങ്ങൾക്ക് കിട്ടുന്ന വോട്ടും മതാടിസ്ഥാനത്തിലുള്ള വോട്ടും കൂടെ തങ്ങൾക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് ഷെയർ കുറക്കാം എന്നുള്ള ഒരു തന്ത്രമാണ് BJP ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് BJPയും CPMഉം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന വാർത്തകൾക്ക് പുറത്തു വരുന്നത്. ഇതിന്റെ പിന്നിലെന്ന് പറയുന്നത് CPM BJPക്ക് വോട്ട് ചെയ്യുമെന്നല്ല, മറിച്ച് കോൺഗ്രസിനുള്ള വോട്ട് പോലും BJP മറിച്ച് CPMൽ കൊടുക്കാം. അത്തരത്തിൽ വീണ്ടും അതായത് ഈ പല പ്രദേശത്തും ഹിന്ദു വോട്ടുകൾ സജീവമായി BJPയിലേക്ക് എത്തുന്നു. BJP ഒരുപാട് സ്ഥലത്ത് മുന്നേറ്റം നടത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇവരെ മാത്രം ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അവർക്കിടയിലും ഈ BJP വികാരം അല്ലെങ്കിൽ RSS വികാരം നെഞ്ചിൽ കൊണ്ടു കിടക്കുന്നവർ ഇവരെ പാലം വലിക്കാനുള്ള സാധ്യതയില്ലേ?
ഒരിക്കലും ഇല്ല. ഇവരുടെ ഈ പറയുന്ന BJP എന്ന് പറയുന്ന ഒരു വികാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളുടെ ആകെ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഉന്നം എന്ന് പറയുന്നത് കേരളത്തിൽ BJP അധികാരത്തിൽ വരണം എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ എന്തൊരു കളി തെരഞ്ഞെടുപ്പുകളിൽ കളിക്കാൻ BJP തയ്യാറാണെങ്കിലും അതിനെല്ലാം മുൻതൂക്കം നൽകിക്കൊണ്ട് അതിനെല്ലാം കൂടെ ചേർന്ന് നിൽക്കാനാണ് BJP അനുഭവമുള്ള സാധാരണക്കാർ പോലും ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഹിന്ദുമത വിശ്വാസം മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 2026 അല്ല, 2031 അല്ല, 2036 പോലും അധികാരത്തിൽ വരണമെങ്കിൽ ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസം മാത്രം പോരാ, അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ മാത്രം പോരാ എന്നുള്ളത് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോ CPM നേരത്തെ ഹർഷ പറഞ്ഞതുപോലെ ഒരു മൃദു ഹിന്ദു ലൈനാണ് സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ മൃദു ഹിന്ദു അല്ല, അത് കുറച്ചുകൂടെ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് കോൺഗ്രസ് ആണ്. അത്തരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന വോട്ട് പെട്ടെന്ന് BJPയിലേക്ക്, അല്ലെങ്കിൽ BJP ഇത്തരത്തോളം ഒരു വർഗീയ പാർട്ടിയാണ് എന്ന ലേബലിൽ നാഷണൽ ലെവലിലും കേരളത്തിലും നിൽക്കുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് ഈ വോട്ട് കുത്തിക്കൊടുക്കും. BJP ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്കറിയാം പല മുസ്ലിം നേതാക്കന്മാരും ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്ന വാർത്തകൾ അനുസരിച്ച് ഒരു BJP നേതാവ് പറയുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളെ കണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ പഠിക്കണം. അവരെ കണ്ടില്ലേ, അവരുടെ ആവശ്യങ്ങൾ BJPയോട് ചേർന്ന് നിന്ന് നേടിയെടുക്കുന്നു. ഇത്തരത്തിൽ ബുദ്ധിപൂർവമായ കളിയാണ് മുസ്ലിങ്ങൾ നടത്തേണ്ടത് എന്നൊരു മുസ്ലിം നേതാവ്, BJPയിൽ നിന്നുള്ള മുസ്ലിം നേതാവാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ മുസ്ലിം ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്നവർ പാർട്ടി നോക്കാതെ കുത്തും. ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി മാത്രം നോക്കി കുത്തുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. CPMനോട് അത്രത്തോളം അനുഭവമുള്ള ആളുകളാണെങ്കിൽ പോലും CPMന് കുത്താനുള്ള സാഹചര്യം വളരെ ചുരുക്കം മാത്രമാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിനകത്തുള്ള വഴക്കുകൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഒരു രണ്ട് പാർട്ടിയോടുള്ള താല്പര്യക്കുറവ് BJPയിലേക്ക് വോട്ട് ചേക്കേറാനുള്ള ഒരു പുതിയൊരു നീക്കത്തിലേക്കാണ് നമ്മുടെ കേരളം ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ BJPയെ എടുത്ത് തഞ്ചത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മതസമൂഹമായാലും മുസ്ലിം മതസമൂഹമായാലും അവര് തഞ്ചത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ BJPക്കാരനാകണം. അങ്ങനെ ആകണമെന്നാണ് പല BJP നേതാക്കന്മാരും പറയപ്പെടുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വിശ്വാസമില്ല. അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു BJP അനുഭാവിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് വെറും പൊള്ളയായ ന്യായം മാത്രമെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ ജനങ്ങളുടെ ഇനിയിപ്പോൾ ഇതുവരെ ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ 100% എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 65% ജനങ്ങളാണ് BJP, CPM അതുപോലെ തന്നെ UDF ഈ മൂന്ന് പാർട്ടികളോടും അനുഭാവമുള്ളവർ. ബാക്കി ഒരു 35% ജനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും താല്പര്യമില്ലാതെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഏത് പാർട്ടിയാണോ വികസനം മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നത്, ജനങ്ങളുടെ ഹിതം അനുസരിച്ച് നിൽക്കുന്ന പാർട്ടി ഏതാണോ അവർക്ക് വേണ്ടി മാത്രം വോട്ട് കുത്താൻ നിൽക്കുന്ന ഒരു 35% ജനങ്ങൾ കേരളത്തിലുണ്ട്. ഈ 35% ജനങ്ങളാണ് ഇനി കേരളത്തിലെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്. പുതിയ തലമുറ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ പൂർണ്ണമായും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ തലമുറയിൽ രാഷ്ട്രീയം എന്താണെന്നോ അരാഷ്ട്രീയം എന്താണെന്നോ എന്നതിനേക്കാൾ ഉപരി നേതാക്കന്മാരെ പോലും പുതുതലമുറയുടെ കുതിച്ചുചാട്ടം ഈ അതേപോലെ BJPയിലേക്ക് കൂടുന്നു. അതൊരു BJPയിലേക്ക് പുതുതലമുറ അടുക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. പുതുതലമുറ മൊത്തത്തിൽ അവരുടെ രാഷ്ട്രീയത്തിന്റെ സത്തറിയാതെയാണ് ഇതിലേക്ക് ചാടുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം പുതുതലമുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു 18 വയസ്സിന് ശേഷം ഇപ്പോഴത്തെ കാലത്ത് 18-ന് 21-നിടയിൽ പ്രായമുള്ള യുവതികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പലർക്കും രാഷ്ട്രീയം എന്താണെന്നോ ഏത് നേതാക്കന്മാരാണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഇപ്പം CPMന് കാഴ്ചവെക്കുന്ന ഐഡിയോളജി എന്താണെന്നോ അല്ലെങ്കിൽ UDF കാഴ്ചവെക്കുന്ന ഐഡിയോളജി എന്താണെന്നോ അവർക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചും സ്വാഭാവികമായും ഇന്ന് വരുന്ന തലമുറ, ഈ ജെൻസി തലമുറ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ തലമുറയിലുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതാണ് അവർക്ക് മനസ്സിലാവുന്നത്. കാത്തിരുന്ന് കാണേണ്ടി വരും. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പുതിയ സ്ട്രാറ്റജി ഏക്കുമോ ഇല്ലയോ എന്നുള്ളത്.